ദിവ്യനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 3-ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവത്തിനെ സഹായിച്ചു. ഇത് 3-ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ 400-ാമത്തെ ക്ലാസ്സാണ്. 400-ാമത്തെ ക്ലാസ്. എത്രത്തോളം ദൈവത്തിനെ സഹായിച്ചത് ഓർത്ത് സർവ്വമഹത്വവും ദൈവത്തിനെ അർപ്പിക്കുന്നു. ഇത് ഒരുപക്ഷെ 400 ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നിയെന്ന് വരികയില്ല. എന്നെ സംബന്ധിച്ചുള്ളത് വലിയ അത്ഭുതവും സന്തോഷവുമാണ്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില തടസ്സങ്ങൾ, ഇത് സ്വസ്ഥമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റാത്ത ചില പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളുണ്ടായിട്ടുണ്ട്. കറണ്ട് ഇല്ലാതെ, അതുപോലെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു മൊബൈലിലാണ്. അത് ശരിയാവണ്ണം പ്രവർത്തിക്കാതെ കേടായി വന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത് എഡിറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുവാനായിട്ട് ആവശ്യമായ സമയങ്ങളിൽ നെറ്റിൻ്റെ പ്രശ്നങ്ങളായ സമയമുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും കൃപയാൽ ഈ 400-ാമത്തെ ക്ലാസ്സിലും പ്രവേശിപ്പാൻ ദൈവം സഹായിച്ചു. ഇന്നേ വരെ ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങിയിട്ടില്ല. ഞങ്ങളിത് ആരംഭിക്കുമ്പോൾ ചിന്തിച്ചത് ശനി ഞായറും ഒഴിവാക്കിക്കൊണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വരെ ഒറ്റ ശനിയും ഞായറും മുടക്കാതെ ഈ 400 ക്ലാസ് പൂർത്തീകരിക്കാനായി കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുകയാണ്. നന്ദിയുള്ള ഹൃദയത്തോടെ തന്നെ അർപ്പിക്കണം. കാരണം അത് എന്നെ സംബന്ധിച്ചുള്ള വലിയ അത്ഭുതമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപ അതിന്മേലുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനാ സഹായത്തിനായി ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ ഇരുന്ന് ആത്മാർത്ഥമായതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇവിടുത്തെ ദൈവത്തെ സ്തുതിക്കുകയാണ്, നന്ദി പറയുകയാണ്. ഇതിനുവേണ്ടി സഹായിക്കുന്ന പലരുമുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സഹകരണവും സഹായവും പ്രോത്സാഹനവും ഒക്കെയാണ് ഇത്രമാത്രം വിജയിപ്പാനെ കർത്താവ് സഹായിച്ചത്. അതിന് ഒരു താമസിച്ചാൽ നമ്മൾ തുറന്ന സെക്ഷൻ മുന്നോട്ട് പോകുന്നതാണ്. എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും ഒരിക്കലും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് 2-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്നുള്ളത് അവർ കാദേശിൽ നിന്ന് ഹെശ്ബോനിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ആ ചരിത്ര വിവരണമാണ് പ്രധാനമായിട്ടും 2-ാം അധ്യായത്തിലുള്ളത്. നമുക്ക് വായിച്ചു തുടങ്ങാം. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചപ്പോൾ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിവീൻ. നീ ജനത്തോട് കൽപ്പിക്കേണ്ടതെന്നാൽ സീരിൽ കുടിയിരിക്കുന്ന യേശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാർ അതിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സീർ പർവ്വതം ഞാൻ യേശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഇവിടെ നമുക്കൊരു പ്രത്യേക ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. യേശാവിൻ്റെ മക്കളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ യാക്കോബിൻ്റെ മക്കളും ദൈവത്തിന് പ്രിയപ്പെട്ടവരാ, നമുക്കറിയാം. എന്നാൽ യേശാവിന് അവകാശമായി കൊടുത്ത ഇടത്ത് കാൽ വയ്ക്കാൻ പോലും ഒരിടം യാക്കോബിൻ്റെ സന്ധിക്ക് കൊടുക്കില്ല എന്ന് ദൈവം പറയുക. നമുക്കറിയാം, ഒരുവൻ മറ്റൊരുവനേക്കാൾ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് പോലും പ്രിയപ്പെട്ടവന് വേണ്ടി ആ പ്രിയം അല്പം കുറഞ്ഞതായ യേശാവിൻ്റെ അവകാശം ഒരു തരി മണ്ണ് പോലും കൊടുക്കുവാനായി ദൈവം തുനിയുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യ നിലയിൽ ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവന് ഇഷ്ടമില്ലാത്തതിന് ഓരിയെടുത്ത് കൊടുക്കും. ദൈവം പ്രകാരം ഞാൻ അവന് അവകാശമായി കൊടുത്തതാണ്, അതൊരിക്കലും മറ്റൊരാൾ എടുക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മോട് തോന്നില്ലേ, എനിക്കും നിനക്കും അവകാശമായി ലഭിച്ചത് അതാരെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിച്ചാലും ദൈവം അത് അനുവദിക്കില്ല എന്നുള്ള ഒരു സന്ദേശം അവിടെ കിട്ടുന്നില്ലേ? യേശാവിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചും
യാക്കോബിൻ്റെ സന്തതി പരമ്പരയെക്കുറിച്ചുമാണ് ആ ഭാഗം വിവരിക്കുന്നെങ്കിൽ തന്നെയും നമുക്കവിടെ വിശ്വസിക്കാൻ കഴിയുന്ന, ഉറയ്ക്കുവാൻ കഴിയുന്ന, ധൈര്യപ്പെടുവാൻ കഴിയുന്ന ഒരു സന്ദേശമില്ലേ? എനിക്കും നിനക്കും അവകാശപ്പെട്ട മേൽ ശത്രുവിന് അത് കൊള്ളയടിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. രാജാക്കന്മാർ 2-ാം പുസ്തകം പഠിക്കുമ്പോൾ യെഹോശാഫാത്തിന്റെ ജീവിതത്തിൽ മൂവാബേരും അമ്മോന്യരും എല്ലാം കൂടി 3 സൈന്യം യുദ്ധത്തിന് വേണ്ടി കടന്നു വരികയാണ്. ഈ പ്രബലന്മാരായ ശക്തികളോട് ഏറ്റുമുട്ടുവാൻ കഴിയാതെ യെഹോശാഫാത്ത് പോയിട്ട് ദിവസങ്ങളിൽ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുന്ന അനുഭവം കാണാൻ കഴിയുന്നുണ്ട്. അവിടെ യെഹോശാഫാത്തിന്റെ പ്രാർത്ഥന വാചകം എങ്ങനെയാ? നിന്റെ സ്നേഹിതനായ അബ്രാഹാമിന് കൈവശമാക്കി കൊടുത്തതായ ഈ ദേശം ഞങ്ങളുടെ അവകാശം ഇപ്പോൾ തട്ടിയെടുപ്പാൻ ശത്രു വരികയാ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവർക്ക് കൈവശമാക്കി കൊടുത്തതായ ഈ അവകാശത്തെ തട്ടിയെടുക്കാനായിട്ട് ശത്രു വരുമ്പോൾ നമുക്കതിൻ്റെ ചരിത്രം അറിയാം. ദൈവം അത് തട്ടിയെടുക്കുവാൻ അനുവദിച്ചില്ല. ജനത്തിന് കർത്താവ് സ്വസ്ഥ നൽകുവാനിടയായിത്തീർന്നു. ചില നഷ്ടങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം നഷ്ടപ്പെട്ടവയെ തിരിച്ചു തരുവാൻ ശക്തനായ ദൈവമാണ്. നിന്റെ അവകാശം നിനക്കുള്ളതാണ്. തടുക്കുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം, വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം. ഇവിടുത്തെ മറ്റൊരു വ്യവസ്ഥ കണ്ടോ? നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം, വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം. ഈ യാക്കോബ് ഇവരുടെ മുത്തച്ഛൻ ഒരിക്കലും ഏശാവിനെ ഭക്ഷണം കൊടുത്ത് അതിനെ ഭീമമായ തുക ഇങ്ങോട്ട് വാങ്ങിയവനാ അല്ലേ? ആ പുള്ളി പാവം വിശന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനെ മണം പിന്നെ മൂക്കിലടിച്ച് കയറ്റി പിന്നെ നിൽക്കളില്ലാതെ വന്നപ്പോൾ ഇവൻ ചോദിച്ചു, വിടാ തുള്ളി താടാ പറഞ്ഞപ്പോഴേ വേണമെങ്കിൽ സഹോദരനല്ലേ, വിശന്ന് വരെയല്ലേ, ഒരല്പം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവനെന്ത് ചെയ്യുന്നറിയാവോ? പിന്നെ പായസമൊക്കെ തരാം, നീ എന്ത് ചെയ്താൽ മതി, ജ്യേഷ്ഠാവകാശം തരാമെന്ന് പറഞ്ഞത് എഴുതി മേടിച്ചു. അവൻ്റെ കൊച്ചുമക്കൾ ഏശാവിൻ്റെ കൊച്ചുമക്കളുടെ ദേശത്ത് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ കേട്ടോ, നീ അവൻ്റെ വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും അനുഭവിക്കാൻ ഇടവന്നാൽ നീ അവന് വില കൊടുക്കണം. ദൈവമായ യഹോവ കൈയുള്ള സകല പ്രവൃത്തിയിൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവർ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം ദൈവമായ യഹോവ അതിനോട് കൂടി ഇരുന്നു, നമുക്ക് യാതൊന്നിനും മുട്ടു വന്നില്ല. അങ്ങനെ നാം സെയീരിൽ കൂടിയിരുന്ന ഏശാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് അരാബ വഴിയായ എലാത്തിൻ്റെയും എസ്യോൻ ഗബീറിൻ്റെയും അരികത്ത് കൂടി കടന്നിട്ട് തിരിഞ്ഞ് മോവാബി മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നു പോകുന്നു. കണ്ടോ? അവിടെ ഇവരുടെ മരുഭൂമി യാത്രയിൽ ദൈവത്തിൻ്റെ പരിപാലനം എപ്രകാരമാണെന്നോട് വിവരിക്കുന്നുണ്ട്. യഹോവയുടെ കൈകളുടെ സകല പ്രവൃത്തിയിൽ നിന്നെ അനുഗ്രഹിച്ചു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവർ കേട്ടു. 40 സംവത്സരം ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്നു, നിനക്ക് യാതൊന്നിനും മുട്ടു വന്നില്ല. 40 സംവത്സരം ഇത്രയും ജനത്തെ മരുഭൂമിയിൽ നയിച്ചത്, മരുഭൂമിയിലൂടെ. എന്നിട്ടും അവർക്കൊന്നിനും മുട്ടു വന്നില്ല. നമ്മുടെ ദൈവത്തിൻ്റെ കരുതൽ, നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലനം, നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത, പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. സത്യത്തിൽ അല്ലേ? നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. നമ്മൾ ചുമ്മാ ഇരുന്ന് വെറുതെ ഇരുന്ന് ദൈവത്തിന് കുറ്റം പറയുക. ദൈവം ഇല്ല എന്ന് പറയുന്നവരുണ്ട്, ദൈവം എൻ്റെ കണ്ണുനീര് കാണുന്നില്ലെന്ന് പറയുന്നവരുണ്ട്, ദൈവം എന്നെ മറന്നുപോയി എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണം അത്രമാത്രം വലിയതാണ്, ദൈവത്തിൻ്റെ പരിപാലനം അത്രമാത്രം വലിയതാണ്. അതെല്ലാം ഓർക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ മറന്ന് സംസാരിക്കരുത്.
അവിടെ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് ദൈവം അവരെ ആ നിലകളിൽ ശിക്ഷിച്ച് നമ്മൾ റോമാലയത്തിൽ പഠിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞവർ ദൈവമെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വീകരിക്കുക, നന്ദി കാണിക്കുക, അവൻ്റെ പരിപാലനത്തിനായി സ്തോത്രം ചെയ്യുക. ഒപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ ദൈവം എന്നേക്ക് നമ്മുടെ ദൈവമാകുന്നു. അത് നമ്മെ ജീവപര്യന്തം വഴിയെടുത്തു എന്നുള്ളതാണ്. കഷ്ടങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, ദുഃഖവും ദുരിതവും എല്ലാം ഉണ്ടാകാം. ആ സന്ദർഭങ്ങളിൽ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടെ കടന്നു വരികയില്ല. ഓർക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും കൈവിടാത്തൊരു ദൈവം നമുക്കുണ്ട്. അവൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും, അവൻ നമ്മെ സഹായിക്കും, അവൻ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ ആരും ഉണ്ടായിരുന്നു വരികയില്ല. നീ ദൈവം തന്ന ദർശനത്തിന് പുറകെ പോകുന്ന വ്യക്തിയായിരിക്കാം. ദൈവശബ്ദം കേട്ട് നീ കർത്തവ്യ വേല ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ കൺമുമ്പിൽ അനുകൂലമായി കിടക്കുമോ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെയോ അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരാളെയോ ഒരു പക്ഷെ കടന്നു വരികയില്ല. ദൃഷ്ടി നീ ചുറ്റുപാടിലേക്ക് വിട്ടാൽ അനുകൂലമായ ഘടകവും കടന്നു വരികയില്ല. അതിൽ ദൃഷ്ടി നമുക്ക് മുകളിലേക്ക് പായിക്കാം. നമ്മെ നോക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവമുണ്ട്. 40 സംവത്സരം ഒരു വലിയ സമൂഹത്തെ മരുഭൂമിയിൽ നടത്തിവിട്ടിട്ട് അവർക്ക് ഒന്നിനും മുട്ട് വരുന്നില്ലെങ്കിൽ എന്നെയും നിന്നെയും പരിപാലിപ്പാൻ എത്രമാത്രം വിശ്വസ്തനാണ്, ശക്തനാണ്, നമ്മെ പരിപാലിപ്പാനിടയായിത്തീരും. 9 അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബ്യരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്കൊരു അവകാശം തരികയില്ല. ദേശത്തെ ഞാൻ ലോകത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. വലിപ്പവും പെരുപ്പവും അനാക്കിനെ പോലെ പൊക്കവുമുള്ള ജാതിയായ ഏമീർ പണ്ട് അവിടെ പാർത്തിരുന്നു. ഇവരെ അനാക്കിനെ പോലെ മല്ലന്മാരെന്ന് വിചാരിച്ചു വരുന്നു. മോവാബ്യരോ അവർക്ക് ഏമീർ എന്നു പേര് പറയുന്നു. ഹോര്യരും പണ്ട് സെയീരിൽ പാർത്തിരുന്നു. എന്നാൽ യേശാവിൻ്റെ മക്കൾ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും സംഹരിക്കുകയും അവർക്ക് പകരം കുടിപാർക്കുകയും ചെയ്തു. ഇസ്രായേലിനെ യഹോവ കൊടുത്ത അവകാശദേശത്ത് അവർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് സെരേദൂതോട് കടപ്പീൻ എന്ന് കൽപ്പിച്ച പോലെ നാം സെരേദൂതോട് കടന്ന് നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സെരേദൂതോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരുടെ സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. ദൈവത്തിന് വചനം അനുസരിക്കാതെ പോയപ്പോൾ ആരാണ് പോയെന്നറിയാവോ? യോദ്ധാക്കളായിരുന്ന തലമുറയാണ് പോയത്, നിസ്സാരന്മാരല്ല. ആരാണെങ്കിലും, എത്ര ശക്തന്മാരാണെങ്കിലും ഉന്നതന്മാരാണെങ്കിലും ദൈവവസ്തുவோട് മറുതലിച്ചാൽ നാശം സംഭവിക്കുന്നുള്ളതായാലോ മുന്നറിയിപ്പ് നമുക്ക് ഭാഗത്ത് തരികയാണ്. നമുക്ക് ശക്തിയുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോഴൊക്കെ ദൈവത്തെ വേണ്ടെന്ന് ദൈവത്തെ നിശ്വസിച്ച് ജീവിക്കാൻ കഴിയും. പക്ഷെ ഓർക്കുക, യോദ്ധാക്കളായ ആളുകൾ ഇവിടെ വായിച്ചങ്ങനെയല്ലേ, യോദ്ധാക്കളായിരുന്ന തലമുറ നിസ്സാരന്മാരല്ലായിരുന്നു, ശക്തന്മാരായിരുന്നു. പക്ഷേ ദൈവിക വ്യവസ്ഥയോട് മറുതലിച്ചതിൻ്റെ പേരിൽ വഴിയിൽ നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീർന്നു. അവിടെ മോവാബിനെ കുറിച്ച് പറയുന്നുണ്ട്. മോവാബിനെ നിങ്ങൾ ഞെരുക്കരുതെന്ന് കാണുന്നുണ്ട്. കാരണം അത് ലോത്തിൻ്റെ മക്കൾക്ക് കൊടുത്ത സ്ഥലമാണ്. പ്രിയപ്പെട്ടവർ, ലോത്ത് നമുക്കറിയാം പരാജയപ്പെട്ട മനുഷ്യനാണ് അല്ലേ. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ വരുമ്പോൾ അവന് അവകാശപ്പെട്ടതിലേക്ക് നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞ് നമുക്ക് അവകാശത്തിൽ നമ്മൾ നയിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും കിട്ടി തൃപ്തി പ്രാപിച്ചു പോകാനുള്ളവരല്ല. ചിലർക്ക് അങ്ങനെയുണ്ട്. ദൈവം ഒരു വഴിക്ക് വിടുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ചാടി കയറി അവിടെ നിന്നിട്ട് ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. എന്നാലേ ദൈവം നമ്മെ കൂടെ എവിടെയാണ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അവിടേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുക. ആ വഴിത്താരെ നമ്മൾ പലതും കണ്ടുപിടിന്ന് വന്നേക്കാം. അതിൻ്റെ പുറകെ ഒന്നും പോയേക്കരുത്.
നമുക്ക് വേണ്ടത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. ഒരു ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളിലേക്ക്, ഒരു ഉന്നതമായ പദവികളിലേക്ക്, ഒരു മഹത്വപൂർണമായ അനുഗ്രഹത്തെ നമ്മെ നയിക്കുമ്പോൾ വഴിയിൽ കാണുന്ന ചപ്പും ചവറിനും വേണ്ടി കടിപിടി കൂട്ടാനും തല്ലുണ്ടാക്കാനും കുസ്തി പിടിക്കാനും ഗ്രൂപ്പ് പിടിക്കാനും പക്ഷം തിരാനൊന്നും പോകരുത് കുഞ്ഞെ. നിനക്ക് കിട്ടിയ ദർശനം അതല്ലല്ലോ നീ മുന്നോട്ട് പോവുക. ഒരു ചെറിയ സ്ഥാനം കിട്ടിയത് അതിൻ്റെ പേരിൽ നിന്ന് കുസ്തി പിടിക്കാൻ പോകരുത്. ഒരു ചെറിയ പദവി കിട്ടിയ അതിന് പേരിൽ കുസ്തി പിടിക്കാൻ പോകരുത്, ഭക്ഷണം ഉണ്ടാക്കാൻ പോകരുത്. തമ്പുരാൻ നിന്നെ അതിന് മുകളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ നീ തന്നെ കിടന്ന് കുസ്തി പിടിക്കുന്നത് വിട്ടുകൊടുക്ക്. ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശം നിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ദൈവം തമ്പുരാൻ. ഇവനെ തന്നെ കുസ്തി പിടിക്കാൻ പോണേതിനാ? പദവികളെ തേടി നമ്മൾ പോകണ്ട. പദവികൾ നമ്മെ തേടി വരുവാനിടയായിത്തീരും. നമ്മൾ കുസ്തി പിടിച്ചോ ഭക്ഷണം പിടിച്ചോ ഗ്രൂപ്പ് കളിച്ചോ പദവികൾ നിലനിർത്തുവാൻ ശ്രമിക്കേണ്ട. ദൈവമാണ് പദവി തന്നതെങ്കിൽ ദൈവം നിലനിർത്തിക്കോളും. ഇത് ഇപ്പോഴത്തെ ആത്മീയ നേതാക്കന്മാരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പദവി ലഭിച്ചു കഴിഞ്ഞാൽ ആ പദവി നിലനിർത്തുവാൻ വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദൈവത്താൽ ലഭിച്ച പദവിയാണ് ദൈവം നടത്തിയുള്ളൂ. ദൈവത്തിനെ സംരക്ഷിച്ചോളുന്നേ. നീ നടന്ന് വെപ്രാളപ്പെടുന്നേ. ആയുഷ്കാലം മുഴുവൻ നീ പദവിയിൽ നിന്നുള്ള ലേറ്റിട്ടുണ്ടോ ആരോടെങ്കിലും? തമ്പുരാൻ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് തമ്പുരാൻ ഇരുത്തിക്കോളും. അതിൻ്റെ സമയം കഴിയുമ്പോൾ തമ്പുരാൻ മണ്ണിനെ മാറിക്കോട്ടെ. മോശ ജനത്തെ നയിക്കാൻ വേണ്ടി ഭക്തദേശ കൊണ്ടുപോകാൻ വേണ്ടി ഫറവോനടുക്കലേക്ക് ദൈവം അയച്ച മനുഷ്യനാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് പകരം അവിടെ വേറെ ആളെ എഴുന്നേൽപ്പിച്ചു. മോശ ഒരു ബഹളം ഉണ്ടാക്കിയില്ലല്ലോ. മോശ യോശുവയ്ക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ലല്ലോ. യോശുവയ്ക്കെതിരെ സമരം ചെയ്തില്ലല്ലോ. യോശുവെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയില്ലല്ലോ. യോശുവയ്ക്കെതിരെ കള്ളക്കേസ് കൊടുത്തില്ലല്ലോ. അപ്പോൾ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന കാലഘട്ടം ദൈവം നിന്നെ ഉപയോഗിക്കട്ടെ. അത് കഴിഞ്ഞാൽ മറ്റൊരാളെ ദൈവം സ്നേഹിക്കുകയും ഉപയോഗിക്കട്ടെ. ഇതിൻ്റെ പണമുണ്ടാക്കാൻ പോണതിന് ദൈവത്തിന് എല്ലാ തലമുറയിലും അവനെ ഉപയോഗിക്കാൻ ചിലത് ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ കർത്താവ് ഉപയോഗിച്ച് നിന്നേക്കാം. അത് കഴിയുമ്പോൾ മറ്റൊരാൾ കർത്താവ് ഉപയോഗിക്കുന്നെങ്കിൽ വളരട്ടെ, അവനെ പ്രോത്സാഹിപ്പിക്കുക. അപവാദങ്ങൾ പറഞ്ഞ് വെറുതെ ബഹളമുണ്ടാക്കാതെ. ഓക്കെ, നമുക്ക് വീണ്ടും മടങ്ങി വരാം. ഇങ്ങനെ യോദ്ധാക്കളൊക്കെയും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മരിച്ച് ഒടുങ്ങിയ ശേഷം യഹോവ കൽപ്പിച്ചത്, നീ ഇന്ന് ആർ എന്ന മോവാബ് ദേശത്ത് കടപ്പാൻ പോകുന്നു. അമോര്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും വരുത്. ഞാൻ അമോര്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല. അത് ഞാൻ ലോകത്തിൻ്റെ മക്കൾക്ക് അവകാശം കൊടുത്തിരിക്കുന്നു. അത് മല്ലന്മാരുടെ ദേശം എന്ന് വിചാരിച്ചു വരുന്നു. മല്ലന്മാർ പണ്ട് അവിടെ പാർത്തിരുന്നു. അമോന്യർ അവരെ സംസുമ്യർ എന്ന് പറഞ്ഞിരുന്നു. അവർ വലിപ്പവും പെരുപ്പവും മുനാക്കിനെ പോലെ പൊക്കമുള്ള ജാതിയായിരുന്നു. എങ്കിലും യഹോവ അവരെ അവരുടെ മുമ്പിൽ നശിപ്പിച്ചു. ഇങ്ങനെ അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് കുടി പാർത്തു. അവൻ സെയീരിൽ പാർക്കുന്ന യേശാവിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ ഹൊരോര്യരെ അവരുടെ മുമ്പിൽ നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്നുവരെയും പാർക്കുന്നു. കപ്തോരിൽ നിന്ന് വന്ന കപ്തോര്യരും ഗസാ വരെയുള്ള ഊരുകളിൽ പാർത്തിരുന്ന അവരെ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കുടി പാർത്തു. നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അർന്നോൻ താഴ്വര കടപ്പീൻ. ഇതാ ഞാൻ ഹെശ്ബോനിലെ അമോര്യ രാജാവായ സിഹോനെയും അവരുടെ ദേശത്തെയും നിന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക. കണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക. നിന്നുള്ള പേടിയും ഭീതിയും ആകാശം കിഴങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും. അവർ നിന്റെ ശ്രുതി കേട്ടിട്ട് നിന്റെ നിമിത്തം വിറക്കുകയും നൽകുകയും ചെയ്യും. ഇവിടെ ദൈവം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പറയുന്ന മറ്റു കാര്യമുണ്ടോ? നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഏൽപ്പിച്ചിരിക്കുന്നു. ഓൾറെഡി അതവിടെ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ടും എന്താ പറഞ്ഞറിയാവോ? അവരോട് പടവെട്ടി അത് കൈവശമാക്കുക. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ദൈവജനത്തെക്കുറിച്ചുള്ള ഭീതി. കാരണം ദൈവം നയിക്കുന്നത് ആരാണ്? ദൈവമാണ്. അവർ ഭീതി ജനത്തുണ്ടാകും. പിന്നെ ഞാൻ കെദോമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെശ്ബോനിലെ രാജാവായ സീഹോന്റെ അടുക്കൽ സമാധാന വാക്കുകളോടുകൂടെ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്ത് കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. എന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി മാത്രം നടക്കും.
സെയീരിൽ പറക്കുന്ന ഏശാവിൻ്റെ മക്കളും ആരിൽ പറക്കുന്ന മൊവാബിലും എനിക്ക് തന്നതുപോലെ നീ വിലക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളാം. യോർദാൻ കടന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾ തരുന്ന ദേശത്തോളം കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണമെന്ന് പറയിച്ചു. എന്നാൽ നാം പ്രദേശത്തൂടെ കടന്നു പോകുവാൻ ഹെശ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല. ഇന്ന് കാണുന്ന പോലെ ദൈവമായ യഹോവ അവനെ എൻ്റെ കയ്യിലേൽപ്പിക്കണതിന് അവൻ്റെ മനസ്സ് ഘടിപ്പിച്ചു, എൻ്റെ ഹൃദയം കഠിനമാക്കി. യഹോവനോട് ഞാൻ സീഹോനെയും അവരുടെ ദേശത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ ദേശം കൈവശമാക്കണമെന്ന് അത് അടക്കുവാൻ തുടങ്ങുവാൻ കൽപ്പിച്ചു. അങ്ങനെ സീഹോനും അവരുടെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്നു. യാഗാസിൽ വെച്ച് പടയേറ്റു. നമ്മുടെ ദൈവമായ യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. നാം അവനെയും അവൻ്റെ പുത്രന്മാരെയും നമ്മുടെ സർവ്വജനത്തെയും സംഹരിച്ചു. അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉന്മൂലനാശം ചെയ്തു. ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല. 4 കളികളെയും നാം പിടിച്ച പട്ടണങ്ങളിലെ കൊള്ളയും മാത്രം നാം നമുക്കായിട്ട് എടുത്തു. അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവീരും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലെയാദ് വരെ നമ്മുടെ കൈക്ക് എത്താത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മോന്യരുടെ ദേശവും യാബോക്ക് നദിയുടെ ഒരു വശമൊക്കെയും മലനാട്ടിലെ പട്ടണങ്ങളും നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് വിലക്കിയ ഇടങ്ങളും മാത്രം നീ ആക്രമിച്ചില്ല. ഇവിടെ ഒരു പ്രത്യേക പദമാണ് പറയുന്നത്. നമ്മുടെ കൈക്ക് എത്താത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നാം സേവിക്കുന്ന ദൈവം ആരാണ് എന്നുള്ളൊരു ബോധ്യം നമ്മെ എപ്പോഴും ഭരിപ്പാനിടയായിത്തീരണം. നാം നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും കുറച്ച് കാണരുത്. നമ്മെ പരിപാലിപ്പാൻ കഴിയുന്ന, നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന, നമ്മെ അനുദിനവും അതിശയകരമായി വഴിയെടുത്തുവാൻ കഴിയുന്ന ദൈവത്തെ സേവിക്കുന്നത്. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകും, ഇല്ല എന്നൊരിക്കലും അതിൽ നമ്മെ പഠിപ്പിക്കുന്നില്ല. സംഗീതകാരൻ പറയുന്നത് കഷ്ടത്തിലായതെങ്കിൽ ഗുണമായെന്ന. യശയാപ്രവചനം പറയുന്നില്ലേ, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പരിപാലനം എല്ലാ കാലത്തും ദൈവജനത്തിനുണ്ട്. ദൈവസഭയുടെ ചരിത്രമെടുത്ത് പഠിച്ചു നോക്കിയേ, എന്തുമാത്രം എതിർപ്പുകൾ ഇതിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ദൈവസഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ എന്തുമാത്രം എതിർപ്പുകൾ, പീഡകൾ അല്ലേ. ഒരു നിലയ്ക്ക് ചിന്തിച്ചാൽ ഒരിക്കലും ഒറ്റയെണ്ണം പോലും ഭൂമി അവശേഷിക്കാത്ത നിലയ്ക്കുള്ളതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പീഡ വർദ്ധിക്കുന്നു, ജനവും വർദ്ധിക്കുന്നു. വേദപുസ്തകത്തെ പോലും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്ന് വെല്ലുവിളിച്ച ആളുകളുണ്ട്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ വേദപുസ്തകം എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്തുണ്ടാകില്ലെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അങ്ങനെ പറഞ്ഞവൻ്റെ വീടും സ്ഥലവും വിലയ്ക്ക് വാങ്ങിയിട്ട് അവിടെ ബൈബിൾ സൊസൈറ്റി ആരംഭിച്ചു. അതാണ് ദൈവം ജനത്തെ പരിപാലിക്കുന്നതിൻ്റെ ചരിത്രം. ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭൂമുഖത്തു നിന്ന് വേദപുസ്തകം സാധനം ഉണ്ടായിരിക്കില്ല, കാണുകയില്ല, തുടച്ചു മാറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ വീടും സ്ഥലവും വാങ്ങി അവിടെ ബൈബിൾ സൊസൈറ്റിയുടെ കെട്ടിടം പണിത് അവിടെ വെച്ച് ബൈബിൾ അച്ചടിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് വിതരണം ചെയ്യത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ കുറച്ച് കാണിക്കരുത്, കുറച്ച് കാണരുത്. മാത്രമല്ല, ജനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കൈക്കെത്താത്തൊരു പട്ടണം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. വളരെ പ്രതിസന്ധിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെയും ദൈവം നമ്മൾ തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം ഇത് നിറവേറിക്കൊണ്ടിരിക്കുകയല്ലേ. എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസമുണ്ട്, ഇടർച്ചകളുണ്ട്. പക്ഷേ അനുദിനവും വളരുന്ന ഒരു മഹാശക്തിയായ ദിവസം മാറിക്കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ 24 മണിക്കൂറും
ദൈവവചന പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുക. വിവിധ ഭാഷകളിൽ, ഏറ്റവും അധികം ഭാഷകളിൽ പ്രസംഗിക്കപ്പെടുന്നത് ഇതിൻ്റെ സുവിശേഷമാണ്. ഏറ്റവും അധികം പ്രസംഗകരുള്ളത് പ്രധാന സുവിശേഷത്തിനാണ് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മലയാളികളായ നമ്മൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, യൂട്യൂബോ അല്ലെങ്കിൽ നമ്മുടെ മൊത്തമുള്ള സാമൂഹ്യ മാധ്യമങ്ങളൊന്നും പഠിച്ചു നോക്കി, എത്ര പേരാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ഇന്ത്യയിലെ പല ഭാഷകളില്ലേ, ലോകത്തിൻ്റെ പല ഭാഷകളില്ലേ അല്ലേ? വീട്ടിലിരുന്ന് കേൾക്കുന്ന രീതിയിൽ ഈ സംഭവം മൊബൈലിൽ കിട്ടിക്കൊണ്ടിരിക്കുക. എപ്പോഴും ടി വിയിലൂടെ നടക്കുന്നു, മൊബൈലിലൂടെ നടക്കുന്നു, റേഡിയോയിലൂടെ നടക്കുന്നു, പിന്നെ ലിറ്ററേച്ചറായിട്ട് സാഹിത്യപ്രതികളായിട്ട് നടക്കുന്നു അല്ലേ? എങ്ങനെയൊക്കെയോ എത്രയെല്ലാം മാധ്യമങ്ങൾ ഉപയോഗിച്ചാൽ ദൈവത്തിൻ്റെ വചനം എന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് അത്രമാത്രം ഒരു ഭാഗ്യം തന്നിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അമുഖാന്തരം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതും അമുഖാന്തരം പാപക്ഷമ പ്രാപിച്ച് നിത്യജീവൻ ഉടമകളായിത്തീരുന്നതും. അതിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം നമ്മയും സഹായിച്ചില്ലേ? ഇത് സുവിശേഷത്തിൻ്റെ വക്താവായി മാറുവാൻ ദൈവം നമ്മയും സഹായിച്ചില്ലേ? അത് നമ്മൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നില്ലേ? പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസംഗം കഴിഞ്ഞ് വരികയില്ല. നിങ്ങളുടെ കിട്ടിയ സന്ദേശം അവരിൽ തുമ്മുന്ന ഷെയർ ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങളിലൂടെ പലർക്കും എത്തുകയാണ്. നിങ്ങളും അങ്ങനെ സുവിശേഷൻ്റെ ഭാഗം പ്രവൃത്തി ചെയ്യുകയാണ്, സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി തീരുക. അതുകൊണ്ട് ലഭിക്കുന്ന സമയങ്ങൾ കർത്താവിനാമത്തിന് വേണ്ടി ദൈവരാജ്യവ്യാപ്തി നിലകൊള്ളുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുമ്പോൾ പ്രസംഗിക്കുക, പാടുവാൻ കഴിയുമ്പോൾ പാടുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആയി കിട്ടുമ്പോൾ ഒന്ന് ഷെയർ ചെയ്തെങ്കിലും സുവിശേഷീകരണത്തിൻ്റെ ആ ഒരു പങ്കാളിത്തം വഹിക്കുക. വല്ല വിധേനയും കത്തുന്ന തീരുന്ന ചില കൊള്ളികളെ കൂടെ വലിച്ചത് രക്ഷിപ്പാനായി നമ്മെ ഉപയോഗിക്കട്ടെ. നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയപിതാവേ തന്ന ശിക്ഷണായ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനും നിങ്ങളുടെ സ്നേഹവും നന്ദിയും വർദ്ധിക്കുവാനും ഞങ്ങളെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തെ ഞാൻ അനുഗ്രഹിക്കുമ്പോഴാകണമേ. എൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നേരത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇവരെ ഉപയോഗിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറ ഞങ്ങൾ ഉപയോഗിക്കണമേ കർത്താവേ. എൻ്റെ നാമമുഖത്തിന് വേണ്ടി എൻ്റെ വ്യാപ്തിക്കായി ഞങ്ങളത് കർത്താവ് കാരണം ഞങ്ങൾ ഉപയോഗിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ശ്രവിച്ചതിന് നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരമുള്ള ചെറുകടിയിൽ നമ്മെ സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.